ആലിമാ മൂപ്പര്. നാദാപുരത്തുകാര് ഒന്ന് മനസ്സിലാക്കുക, മൂപ്പര് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ ഞാൻ ഷാർജയിൽ നിന്ന് മൂപ്പർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണ്. വിദേശ സർട്ടിഫിക്കറ്റിനായിക്കോട്ടെ. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്താണ്? മൂപ്പർക്ക് ഒരു ബഹുഭാഷാ ജാഹിൽ എന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കാൻ പോകുന്നത്. എല്ലാ ഭാഷയിലും മൂപ്പര് വായിച്ചാൽ തെറ്റും. ഇതൊന്നും ആരും പിടിക്കാറില്ല, നമ്മളത് പിടിക്കാൻ ഉദ്ദേശിച്ചതല്ല. ഈ തെറ്റ് പിടിക്കണ പരിപാടി ആരാ തുടങ്ങിയത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. മൂപ്പര പ്രസംഗത്തിൽ ശ്രമിച്ചു കഴിഞ്ഞ പ്രാവശ്യം. എന്ത്? ഒരു വാക്ക് പഴവൊക്കെ നാക്ക് അബദ്ധമൊന്നും പിടിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ ആരാ? അത് സലഫി അതിന്റെ ആള്. ഇവിടെ ഞാനാണോ സുഹൃത്തുക്കളെ നാക്കിൽ അബദ്ധം ആദ്യം പിടികൂടിയത്? ഞാനത് പിടിക്കുന്ന ആളല്ല. പക്ഷെ പണ്ടൊരിക്കൽ ഒരു മിന്ന് ബി ആയി പോയത് പിടിച്ച് ആഘോഷിച്ചപ്പോഴാണ് ഞാനിവിടെ പാറക്കടവിൽ ഓതിയ പുതിയ ആയത്തും നാദാപുരം മുഖാമുഖത്തിൽ ചോദിയ പുതിയ ആയത്തും ആറ്റിങ്ങൽ ഓതിയ പുതിയ ആയത്തൊക്കെ ഞാനിവിടെ കേൾപ്പിക്കാൻ കാരണം അതാ. നിങ്ങൾ തുടങ്ങിയപ്പോഴാണ്. നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാണോ? ഞാനും അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വായനയിലും ഈ സബുക്കുൽ ലിസാനിലും വായനയിലും ഒക്കെ വരുന്ന തെറ്റുകളുണ്ടല്ലോ, ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് എന്ന നിലക്ക് പിന്മാറാൻ തയ്യാറുണ്ടോ? ഞാൻ വർത്താനേ പെടല്ല. മനസ്സിലാക്കണം നിങ്ങൾ. ഈ ബഹുഭാഷാ ആലിമിന്റെ വിവരം ഒന്ന് കേട്ടോളൂ. മൂപ്പര് ഓരോന്ന് വായിക്കുമ്പോഴും നമ്മളോട് പറയുന്നുണ്ട് ശരിക്ക് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അറബിയിൽ വായിച്ചിട്ട് അറബി വായിക്കുന്നതും അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് കേട്ടോളൂ. എണ്ണം അറബിയിൽ അക്കമിട്ടാൽ അതിന് ട്രാൻസ്ലേഷൻ കൊടുക്കാൻ മൂപ്പരിക്ക് നല്ല ഇൽമുണ്ട് എന്ന ഒരു ഷാർജ സർട്ടിഫിക്കറ്റ് മൂപ്പരിക്ക് നൽകാൻ പോകുകയാണ്. കേട്ടോളൂ. ശരിക്ക് പഠിച്ചു വെച്ചോ. ഞാൻ വായിക്കട്ടെ ബാക്കി കൂടി. ഞാൻ ഓർമ്മിക്കുന്നു അവസാനമായി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ള പട്ട് സഊദി രാജാവിന്റെ ഓർഡർ പ്രകാരം മാറ്റിയിട്ടത് 1400 കേട്ടോ. കേട്ടില്ലേ? എന്താ വായിച്ചത്? ശ്രദ്ധിച്ചോ നിങ്ങൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മേലെയുള്ള പച്ചപ്പട്ട് അവസാനമായി വിരിച്ചത്. പച്ചപ്പട്ടിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിശദീകരിക്കാനുണ്ട്. ഇന്ന് അതിന്റെ വിഷയത്തിൽ വരുന്നില്ല. ആ പച്ചപ്പട്ട് അവസാനമായിട്ട് സൗദി ഗവൺമെന്റ് വിരിച്ചത് എന്നാണ് പറയുന്നത്. അറബി അറിയാവുന്ന ആളുകൾ ഈ പ്രസംഗം കേൾക്കുന്നില്ലേ? ഇങ്ങനെയുണ്ടോ ഒരക്കം വായിക്കല്? എന്താ ഇതിന് ട്രാൻസ്ലേഷൻ കൊടുക്കേണ്ടത്? സബ് ഞാൻ ഒഴിവാക്കിയത് സബുക്കുൽ ലിസാനാ. പോട്ടെ, സബ് എന്ന് പറയാൻ ഒരുങ്ങി അപ്പൊ തന്നെ അർബഅമിയ എന്ന് പറഞ്ഞു. അൽഫിം വ സബ അർബഅമിയ വ സിത്തിൻ വ അർബഅമിയ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് ഹിജ്റ 1400 കേട്ടോ. അഞ്ഞണം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അല്ലേ? അഞ്ഞണം അറിഞ്ഞൂടാ, മഞ്ഞൾ അറിഞ്ഞൂടാ, വെളുപ്പ് അറിഞ്ഞൂടാ. അല്ലേ? അഞ്ഞണത്തിന്റെ നിറം വെളുപ്പാണോ? മഞ്ഞളിന്റെ നിറം വെളുപ്പാണോ? അഞ്ഞണം മഞ്ഞൾ പോലെയാണോ? ഒന്നും ബന്ധമില്ലല്ലോ. എന്താ ഈ അക്കമണ്ണിയര്? ഇത് കേൾക്കുന്ന അറബി ഭാഷയോട് ബന്ധമുള്ള ആളുകൾ മനസ്സിലാക്കുക. ഞങ്ങളൊന്നും പഠിപ്പിക്കൂലേ? ഞാൻ നഴ്സറി കുട്ടികൾക്ക് ക്ലാസ് എടുക്കൂലേ? ഞാൻ ബുഖാരി ഓതി കൊടുക്കണ വലിയ ആലിമാണ്. തീർന്നോ? ഞാൻ സർവ്വ സലഫികളെ കാണും. ഇരിക്കലുമുണ്ട് ലോകത്തുള്ള സലഫികളെ കാണൊക്കെ എനിക്ക് വിവരം. കേട്ടില്ലേ ആ വിവരം? അപ്പൊ ഒരക്കം വായിച്ചത് എച്ചാവ നിങ്ങൾ കേട്ടത്. തീർന്നോ? ഈ മലയാളം വായിക്കുന്നതൊന്ന് കേട്ടോളൂ. എല്ലാ ഭാഷയിലുള്ള ആലിമാന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനാ പോണത്. സ്വന്തം നിക്കാഹ് കാണാൻ യോഗമില്ലാത്ത പെണ്ണുങ്ങൾ. ഇനി പെണ്ണുങ്ങന്മാരോട് ഒരു വാല്യൂ അവലവിന്റെ വകെ കേട്ടോളെ. ഒരു മിനിറ്റ്. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. അയാൾ തെറ്റിയ ഭാഗത്ത് നമ്മൾ റൗണ്ട് ഇട്ട് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആ റൗണ്ടിലേക്ക് ശ്രദ്ധിക്കണം. എന്താ അവിടെയാണ് വായന തെറ്റ് വന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് മഹാനവറുകൾ വായിച്ചത് എന്ന്. ഇനി പെണ്ണുങ്ങന്മാരോട് ഒരു വാല്യൂ അവലവിന്റെ വകെ കേട്ടോളെ. സഹോദരിമാരെ, ഒരു പക്ഷേ നിങ്ങളുടെ നിക്കാഹ് പള്ളിയിലോ പറമ്പിലോ മറ്റെവിടെയെങ്കിലുമോ ആയിരിക്കൊള്ളട്ടെ. ഒന്നും കൂടെ കേൾപ്പിക്കുക, ആ ഭാഗം മാത്രം. സ്വന്തം നിക്കാഹ് കാണാൻ യോഗമില്ലാത്ത പെണ്ണുങ്ങൾ. ഇനി പെണ്ണുങ്ങന്മാരോട് ഒരു വാല്യൂ അവലവിന്റെ വകെ കേട്ടോളെ. സഹോദരിമാരെ, ഒരു പക്ഷേ വായിക്കാം. കാണുന്നില്ലേ? സഹോദരിമാരെ, ഒരപേക്ഷാന. ഞാൻ നഴ്സറി കുട്ടികളൊന്നും പഠിപ്പിക്കൂലേ, എന്നെ അതിന് പോലും പറ്റൂലാന്ന്. ഞാൻ ലോകത്തുള്ള സർവ്വ ആലിമ്യങ്ങളെ കാണും വലിയ പണ്ഡിതനാണ്. കിബ്രായിൽ തർക്കടിലെ അസദായിൽ തർക്കടിലെ എനിക്ക് എല്ലാവരെക്കാളും ഇൽമാണ്.
ഒരു പക്ഷേന വായിക്കണത് ഒരപേക്ഷ എന്നുള്ളത് മുജാഹിദിന്റെ ഒരു പ്രസിദ്ധീകരണം വായിച്ചത്. എന്തിനാ വായിച്ചത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് നാളെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണേ. മൂപ്പരിക്കും മലയാളത്തിലും നല്ല ഇൽമുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇംഗ്ലീഷ് പറയട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോളെ. അപ്പോ നവർമലി അന്നവർമൽ അതായിപ്പോ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോളെ. അപ്പോ നവർമലി അന്നവർമൽ അതായിപ്പോ വിഷയം. കേട്ടില്ലേ? മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചു നോർമൽ അബ്നോർമൽ. ഇത് കേട്ടിട്ട് മൂപ്പരിക്ക് അത് പറയാൻ കഴിയണ്ടേ? നഴ്സറിയിലൊന്നും ഞാൻ പഠിപ്പിക്കൂലേ. നിങ്ങൾ പഠിപ്പിക്കൂലല്ലേ? പറ്റൂല ഇത്. അത് കേട്ടിട്ട് പറയുമ്പോ പോലും നവർമല് അന്നവർമല് ഇതാപ്പ നമ്മളെ വിഷയം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇംഗ്ലീഷിലും മൂപ്പരിക്ക് നല്ല ഇൽമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഇതാ കൊടുക്കാൻ പോവുകയാണ്. ഇനി മൂപ്പര് വായിക്കുന്നത് അറബി മലയാളത്തിലുള്ള അവരുടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ വരുന്ന അബദ്ധം സ്ക്രീനിൽ ആ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ റൗണ്ട് ഇടും. ആ റൗണ്ടിലിടുന്ന ഭാഗവും അത് വായിക്കുന്ന കോലവും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവയിൽ നിന്ന് 2 വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നേർച്ച സ്ഥലങ്ങളിലും മറ്റു ാറുകളിലും ഉലമാഇന്റെ അറിവിൽ പെടാത്ത. ഒരു മിനിറ്റ്, ഒന്നും കൂടെ വെക്കും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം എന്താ ഇവിടെ സംഭവം എന്നറിയോ? നേർച്ച സ്ഥലങ്ങളിലും മസാറുകളിലും എന്നാണ്. മസാർ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുന്ന സ്ഥലം. അപ്പൊ മസാർ എന്ന് മൂപ്പര് വായിക്കുന്നതാണ്. അതിങ്ങനെ നോക്കി. എന്നാൽ നേർച്ച സ്ഥലങ്ങളിലും മറ്റു ചാറുകളിലും. കേട്ടോ? ഒന്നും കൂടെ കേട്ടോ. മറ്റു ാറുകളിലും മറ്റു ാറുകളിലും കേട്ടോ? സർട്ടിഫിക്കറ്റ് കൊടുക്കണേ. മസാർ എന്ന് വായിക്കാൻ അറിയാത്ത ജാഹിലിന് ഞാൻ പറയില്ല, ആരിമായിക്കോട്ടെ. ലോക സലഫികളെക്കാണ് എനിക്ക് വിവരണ്ട്. കിബ്രായിൽ തർക്കമില്ല, അസ്ദായിൽ തർക്കമില്ല. ഞാൻ നിങ്ങളൊന്നും പഠിപ്പിക്കൂലേ. ഞാൻ നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ല. ഞാൻ ബുഖാരി പോലത്തെ വലിയ വലിയ കിതാബ് പഠിപ്പിക്കുന്ന ആരുമാണ് കേട്ടോ. അവ എല്ലാ ഭാഷയിലും മൂപ്പരിക്ക് ഇൽമുണ്ട് എന്നിപ്പോ ഒരു സർട്ടിഫിക്കറ്റ് നാദാപുരത്തുകാരുടെ അറിവോടുകൂടി ഷാർജയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബഹുഭാഷാ ഇൽമ് അദ്ദേഹത്തിനുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ച് കൊടുത്തു തീർന്നിരിക്കുന്നു.